ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള റൗണ്ട് ടേബിൾ ക്ലോത്ത് ആട്ടോ ആദ്യം കാണിക്കുന്നത്. റൗണ്ട് ടേബിൾ ക്ലോത്ത് നമുക്ക് എന്താ പറയുന്നത്, നല്ല രസത്തിൽ നല്ല ഫങ്ഷൻസിനൊക്കെ ഇല്ലേ, ചില വീടുകളിലൊന്നും റൗണ്ട് ടേബിൾ ഉണ്ടെങ്കിലും അതിന് കവേഴ്സ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇതൊരു സൈസ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ്. വലിയ സൈസ് അല്ല, ഒരു നോർമൽ സൈസ് കേട്ടോ, ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ പറയണം, എന്നാൽ മാത്രമാണ് നമുക്കത് പറയാൻ പറ്റത്തുള്ളേ. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലത്തെ നല്ല റൗണ്ട് ടേബിൾ ക്ലോത്ത് ആണ്. ഈ റൗണ്ട് ടേബിൾ ക്ലോത്ത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ്, അതും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ്. 18 പൂക്കളുണ്ട് കേട്ടോ, നല്ല രസമില്ലേ, നല്ല സ്കാൽപ്പൊക്കെ വർക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് 18 പൂക്കളുണ്ട്. ആ പൂക്കളൊക്കെ ചെറുത് ഇതുണ്ട്, നല്ല വലുതാണ് കേട്ടോ, ചെറുതൊന്നുമല്ല, നല്ല വലുതായിട്ടുള്ള നല്ല ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത നല്ല ഭംഗിയായിട്ടുള്ള ടേബിൾ ക്ലോത്ത് ആണ്. ഇനി ഉള്ളത് നമ്മുടെ ക്രോസ് സ്റ്റിച്ചിന്റെ നല്ലൊരു കളർ കേട്ടോ. ഇത് ആക്ച്വലി ഈ കളറിൽ പല പല ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഇത് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നല്ല രസമല്ലേ, നല്ല തുടുത്ത റോസാപ്പൂ, നല്ല നീളത്തിലാണ് കേട്ടോ. ഇതുപോലത്തെ 9 പൂക്കള് നമ്മുടെ ഈ ബെഡ്ഷീറ്റിലുണ്ട്. സൈഡിൽ നമ്മൾ ടക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് അകത്തോട്ട് വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇതുപോലെ ലേസും ഉണ്ട് കേട്ടോ. എന്നാലാണ് ഇത് കാണാതെ, ആ ലേസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് നമുക്ക് കാണണ്ടേ. അപ്പോൾ ടക്ക് ചെയ്യുന്ന അവിടെയല്ല, അകത്തോട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കാണാനും പറ്റും, കിടക്കുമ്പോൾ ഒട്ട് ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഒരു നല്ല പീച്ച് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണിത്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ ഇതുണ്ട്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പം നല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല വലുതായിട്ടാണ് ഈ പൂക്കൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ്. ഇനി ഉള്ളത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല സാറ്റിൻ കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ. ഈ ബെഡ്ഷീറ്റിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് എംബ്രോയ്ഡറി ഉള്ള, ഇതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ പല പല കോമ്പിനേഷൻ കളേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ കളേഴ്സ് നമ്മുടെ കയ്യിൽ കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇതുണ്ട് ഈ ഒരു സ്ഥലത്ത്, അതായത് ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വരുന്നത് കേട്ടോ. അത് നമ്മൾ വിരിച്ചിട്ട് കഴിയുമ്പോൾ 2 സൈഡിലും അങ്ങ് മോളിൽ നിന്ന് താഴെ വരെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ളായിട്ട് 2 സൈഡിലും മോളിൽ നിന്ന് താഴെ വരെ ഉണ്ട് കേട്ടോ. ടക്ക് ചെയ്യുന്ന പോർഷനല്ല, അകത്തോട്ടാണ് കേട്ടോ. നല്ല വലുതായിട്ട് നല്ല ഭംഗിയായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് നല്ല റേറ്റിലാണ് ഇത്. നല്ല, അതും സാറ്റിൻ കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ നോർമൽ സൈസ് ബെഡ്ഷീറ്റ് ആണ്. അതായത് നോർമൽ നമ്മൾ ഡെയിലി യൂസിന് ഒരു നല്ല 1000 റുപ്പീസിന് താഴെ വേണം, നല്ല അഫോർഡബിൾ ആയിരിക്കണം, നല്ല ക്വാളിറ്റി ഉണ്ടാകണം, നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആകണം, നമ്മൾ കിടന്നാൽ മാറിപ്പോകരുത്, നീങ്ങിപ്പോകരുത്, പിള്ളേർ ചാടിയാൽ കുഴപ്പമില്ല, അവരെ വഴക്കും പറയാൻ പറ്റണ്ട, വഴക്കൊന്നും പറയണ്ട. ഈ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ചാടുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ ചെറുപ്പത്തിലല്ലേ ബെഡിലൊക്കെ കയറി കിടന്ന് ചാടാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വഴക്കൊന്നും പറയണ്ടാണെന്ന് നമുക്കങ്ങ് അമ്മമാർക്കൊക്കെ വഴക്ക് പറയാനൊക്കെ തോന്നും, പക്ഷെ ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് തിക്കായിട്ടുള്ള കോട്ടനാണ്, അവിടെ തന്നെ കിടന്നോളുവേ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാട്ടോ. ഈ ഷീറ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ കുത്തുകുത്ത് പല കളേഴ്സിൽ ഇപ്പോൾ കുത്തുകുത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ പൂവിൻ്റെ ഇടയ്ക്കുള്ള കുത്തുണ്ടല്ലോ, അതിപ്പോൾ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. സൈഡ് ബോർഡർ, അതായത് ഇപ്രാവശ്യം ഇതാണ്, ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വേറെ വേറെ കുത്തുകുത്തായിരുന്നു. സൈഡ് ബോർഡർ ഈ ഒരു കളറാണ്. ഇത് 1000 റുപ്പീസിന് താഴെയാണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിൻ്റെ നടുക്കത്തെ പോർഷനാണ് ഈ പ്രിന്റ് ആയിട്ടുള്ള ഭാഗം. ഈ സൈഡിലെ ബോർഡർ ഷീറ്റ് പ്ലെയിന് 4 സൈഡിലുള്ളത് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്, എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ബോർഡർ ഷീറ്റ്സ് വരുന്നത് കേട്ടോ. ഇത് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. നമ്മുടെ മാഗ്നിസ്കേപ്സ് ഉണ്ടല്ലോ, രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 7 മണി വരെ ഓപ്പൺ ആണ്, മൺഡേ ടു സാറ്റർഡേ വൈകുന്നേരം വരെ കേട്ടോ. പിന്നെ സൺഡേ ഉണ്ടല്ലോ, എല്ലാ സൺഡേയും ഇനി മുതൽ അങ്ങോട്ട് 10 മണി തുടങ്ങി വൈകുന്നേരം 5 മണി വരെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഓർത്തിരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് അടുത്ത ഷീറ്റ്, ഇത് കണ്ടോ, ഇതിൻ്റെ വേറെ ഒരു പ്രിന്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു, അത് ഓൾമോസ്റ്റ് എല്ലാം തീർന്നെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, നല്ല ഹാർഡ് ഡിസൈന്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പം ഞാൻ തിക്കാന്ന് പറഞ്ഞില്ലേ ഒരു ബെഡ്ഷീറ്റ്,
അതിലും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സെൻറ്റർ പോർഷൻ വരുന്നത്. സൈഡ് ബോർഡറും കുറച്ച് സോഫ്റ്റ് ആണ്, മറ്റ് ബെഡ്ഷീറ്റിനേക്കാളും കുറച്ച് സോഫ്റ്റ് ആണ്. നല്ല രസമില്ലേ, നല്ല ഹാർട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു സ്നേഹമൊക്കെ തോന്നും കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ വരച്ചുകൊണ്ടൊക്കെ വെറുതെ ഒക്കെ ഇരിക്കാനില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വരയ്ക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഹാർട്ടൊക്കെ വരച്ച് നമ്മൾ കളറൊക്കെ ചെയ്ത്, കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാനൊക്കെ കൊടുക്കില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഹാർട്ടിൻ്റെ ഡിസൈനുള്ള നല്ല ബെഡ്ഷീറ്റ് നമ്മുടെ കിങ് സൈസ് ഉണ്ട്. ഇത് 1000 റുപ്പീസിന് താഴെയാണ് കേട്ടോ. ഇനി അടുത്ത ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറാണ്. ഈ ബെഡ്ഷീറ്റിന് ഒരു പ്രത്യേകത ഉള്ളത്, ഇത് കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റ് ഇത് തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഗ്ലേസ് ആയിട്ട് കാണത്തില്ലേ, ഒന്നും ഗിൽറ്റ് അല്ല, അത് ഇതിനകത്ത് പോയിരിക്കുന്ന ഒരു ത്രെഡാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും വിരിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴേ. നമ്മൾ ചില ബെഡ്ഷീറ്റിലെ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടത്തുണ്ട്. സൈഡ് ബോർഡർ വൈറ്റും കൂടെ വരുമ്പം നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റാണ്. ഈ മാഗ്നിസ്കേപ്സിൻ്റെ കടയുണ്ടല്ലോ എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ്. ചെറുപറമ്പത്ത് റോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ റോഡാണ്, കുഞ്ഞിതാന്നൊന്നും വിചാരിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഈ ചെറുപറമ്പത്ത് റോഡിൽ വരാനുള്ള വഴി എന്ന് വെച്ചാൽ എറണാകുളത്ത് കടവന്ത്രയിൽ നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 ഉണ്ട്. അപ്പോൾ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോൾ മെട്രോ പില്ലർ നമ്പർ 795 നോക്കുക. ആ സൈഡിലുള്ള റോഡ് വൈറ്റിലേന്ന് വരുമ്പോൾ അവിടെ നമുക്ക് HP വേൾഡ് ഒക്കെ കാണാം കേട്ടോ. അതേ സൈഡിൽ തന്നെയാണ് നമുക്ക് ചെറുപറമ്പത്ത് റോഡിലോട്ട് കയറുന്ന വഴി. അവിടെ വന്നിട്ട് നമുക്കൊരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വരണം. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ രണ്ടാമത്തെ ഗേറ്റ് ആണ് നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ ഷോപ്പ് ഉള്ളത്. ഫസ്റ്റ് ഗേറ്റിലാണ് നമ്മൾ മാഗ്നിസ്കേപ്സിൻ്റെ ബോർഡ് വെച്ചത്. അവിടേക്ക് പോകരുത് കേട്ടോ, സെക്കൻഡ് ഗേറ്റ് വരണേ. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ, നല്ല സ്നേഹത്തോടെ, നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ഓരോരുത്തർ വിചാരിക്കത്തില്ലേ, അതൊന്നും നടക്കത്തില്ല എന്ന്. എല്ലാം നടക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കണം കേട്ടോ. താങ്ക് യു.